الحمد لله حمدا كثيرا طيبا مباركا فيه نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم يا أيها الناس كلوا مما في الأرض حلالا طيبا ولا تتبعوا خطوات الشيطان إنه لكم عدو مبين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അല്ലാഹു സുബ്ഹാനഹു തആലയെ സൂക്ഷിച്ചുകൊണ്ടും അവൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിച്ചും ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. കഴിഞ്ഞ 2 ഖുതുബകളിലായി നമ്മൾ സൂചിപ്പിച്ചത് ഒരു മനുഷ്യൻ്റെ സമ്പാദ്യം, ഉപജീവനമാർഗം, റിസ്ഖ്, അത് ഹറാമ് ആയിക്കഴിഞ്ഞാൽ, ഹറാമായ രൂപത്തിലുള്ള സമ്പാദനമായി കഴിഞ്ഞാൽ അയാൾക്ക് സംഭവിക്കുന്ന ഗുരുതരമായ അപകടങ്ങളെപ്പറ്റിയാണ് നമ്മൾ സൂചിപ്പിച്ചത്. 3 രൂപത്തിലുള്ള ശിക്ഷയാണ് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചത്. എൻ്റെ കച്ചവടത്തിൽ ഹറാമുണ്ടെങ്കിൽ, എൻ്റെ ഉപജീവന മാർഗത്തിൽ, എൻ്റെ തൊഴിലിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഹറാമാക്കിയ എന്തെങ്കിലും ഒരു വരവ് അതിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമത്തേത് അത് അൽ കബായിർ, മഹാപാപമായി എൻ്റെ മേൽ രേഖപ്പെടുത്തും. മൽ കബായിർ, എന്താണ് റസൂലെ കബായിർ എന്ന് ചോദിച്ചപ്പോൾ ഒന്നാമത് റസൂലുള്ള പറഞ്ഞു അൽ ഇശ്റാഖു ബില്ലാഹ്, അല്ലാഹുവിൽ ശിർക്ക് ചെയ്യലാണ്.
പിന്നെ എന്താണ് നബി എന്ന് ചോദിച്ചപ്പോൾ ഉഖൂഖുൽ വാലിദൈനി, മാതാപിതാക്കളെ ഉപദ്രവിക്കലാണ്. സുമ്മ മാതാ, പിന്നെ എന്താണ് നബി എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞു ഖാൽ അൽ യമീനുൽ ഗമൂസ് എന്ന് പറഞ്ഞാൽ കള്ളസത്യം ചെയ്ത് ഒരു മുസ്ലിമിൻ്റെ സ്വത്ത് ഹക്ക് നമ്മൾ തട്ടിയെടുക്കുക എന്നതാണ് മൂന്നാമത്തെ മഹാപാപമായി റസൂലുള്ളാഹി എണ്ണിയത്. ഇനി രണ്ടാമത്തേത്, അങ്ങനെ ഹറാമായ രൂപത്തിൽ മറ്റുള്ളവരുടെ ഹക്കുകൾ എടുക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫഖദ് ഔജബല്ലാഹു ലഹുന്നാർ, നരകം അവന് വാജിബായി, നിർബന്ധമായി. വഹറമ അലൈഹിൽ ജന്ന, സ്വർഗം അവന് ഹറാമായി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇത് കേട്ടപ്പോൾ പേടിച്ച സ്വഹാബി ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂൽ, ചെറിയ കാര്യമായാലും അങ്ങനെ തന്നെയാണോ? മറ്റുള്ളവരുടെ ഹക്ക് ചെറുതൊക്കെ വന്ന് പെട്ടുപോയാൽ അതൊക്കെ അങ്ങനെയാണോ? വഇൻ ഖലീബും മിൻ അറാഖ്, ഒരു അറാഖിൻ്റെ കൊള്ളി എടുത്താൽ പോലും, അറാഖിൻ്റെ കൊള്ളി, മിസ്വാക്ക് ചെയ്യുന്ന, പല്ല് തേക്കുന്ന ഒരു കുറ്റി, ആ കുറ്റി മോഷ്ടിച്ചാലും, ഹക്കില്ലാതെ എടുത്താലും, ഹറാമായ രൂപത്തിൽ എടുത്താലും അതാണ് സംഭവിക്കുക എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. നരകം വാജിബായി, സ്വർഗം ഹറാമായി. മൂന്നാമത്തേത് നമ്മൾ പറഞ്ഞത്, ഒരു ദാനധർമ്മവും പിന്നെ അവൻ്റെതല്ല സ്വീകരിക്കാൻ പോകുന്നില്ല. ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബൻ, അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധനാണ്. പരിശുദ്ധമായതിൽ നിന്നല്ലാത്തതൊന്നും അവൻ സ്വീകരിക്കൂല. ഹറാമായ കച്ചവടം, ഹറാമായ ഉപജീവന മാർഗം, തൻ്റെ സമ്പാദ്യത്തിൽ മറ്റുള്ളവരുടെ ഹക്കുകൾ പരിശോധിക്കാതെ അല്ലെങ്കിൽ ബോധപൂർവം അത് വാങ്ങുന്നവൻ, തിന്നുന്നവൻ, സ്വരൂപിക്കുന്നവൻ, അവനെ സംബന്ധിച്ച് അവനൊരു ഉംറ ചെയ്തിട്ടോ, ഒരു ഹജ്ജ് ചെയ്തിട്ടോ, ഒരു സക്കാത്ത് കൊടുത്തിട്ടോ, ഒരു പള്ളി പണിതെടുത്തിട്ടോ അല്ലാഹു സ്വീകരിക്കാൻ പോകുന്നില്ല. ഇനി നാലാമത്തേത് നമ്മൾ പറയുന്നത്, അവൻ്റെ പ്രാർത്ഥന സ്വീകരിക്കാൻ പോകുന്നില്ല. ഹറാമായ സമ്പാദ്യം ഉള്ളവൻ്റെ പ്രാർത്ഥന സ്വീകരിക്കാൻ പോകുന്നില്ല. ഇമാം മുസ്ലിമാണ് റിപ്പോർട്ട് ചെയ്തത്. ദീർഘമായ ഒരു ഹദീസാണ്. ആ ഹദീസിന്റെ അവസാനം കാണാം, സുമ്മ ദക്കറ റജുല, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മനുഷ്യനെ പറ്റി സ്മരിച്ചു, ഒരു മനുഷ്യനെ പറ്റി പറഞ്ഞു. യുതീലു സഫറ, ദീർഘമായി യാത്ര ചെയ്ത ഒരു യാത്രക്കാരനായ മനുഷ്യൻ. അശ്റാസ അഗ്ബറ, അവന്റെ ശരീരത്തിൽ, മുടിയിൽ അത് ജട പിടിച്ചിട്ടുണ്ട്, ശരീരത്തിൽ പൊടി പരണ്ടിട്ടുണ്ട്. അത്രക്കും ദീർഘമായി യാത്ര ചെയ്ത മനുഷ്യൻ. യാത്രക്കാരന്റെ പ്രാർത്ഥന ഇസ്ലാം പ്രത്യേകം പ്രാധാന്യം കൽപ്പിക്കുന്നതാണ്. ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനയാണ് യാത്രക്കാരന്റെ പ്രാർത്ഥന. ഈ യാത്രക്കാരനോ യുതീലു സഫർ, ദീർഘമായ യാത്രക്കാരനാണ്. അശ്റാസ അഗ്ബറ, അവന്റെ ജട കുത്തിപ്പോയി ആ യാത്രയിൽ. അത്രത്തോളം ദീർഘമായ, കഠിനമായ, പൊടി പുരണ്ടുപോയി ആ യാത്രയിൽ. ആ യാത്ര ചെയ്തു. യമുദ്ദു യദൈഹി ഇലസ്സമാ, അവൻ ആകാശത്തേക്ക് കൈകൾ ഉയർത്തിയിട്ട് ആ കഷ്ടപ്പാടിൽ അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, യാ റബ്ബ്, യാ റബ്ബ്, അല്ലാഹുവേ എന്നവൻ വിളിച്ചുകൊണ്ടിരിക്കുന്നു. റസൂലുള്ളാഹി പറയുന്നു, വമത്അമുഹു ഹറാമുൻ, അവൻ തിന്നിട്ടുള്ളത് ഹറാമാണ്. വമശ്റബുഹു ഹറാമുൻ, അവൻ കുടിച്ചിട്ടുള്ളത് ഹറാമാണ്. വമൽബസുഹു ഹറാമുൻ, അവൻ ധരിച്ചിട്ടുള്ളത് ഹറാമാണ്. വഉദ്ദിയ ബിൽ ഹറാം, അവൻ ഹറാമിൽ ഊട്ടപ്പെട്ടവനാണ്. അവന്റെ കച്ചവടത്തിൽ, അവന്റെ വരുമാന മാർഗത്തിൽ, അവൻ തിന്നുന്നതിൽ, അവൻ സ്വരൂപിക്കുന്നതിൽ, അവൻ സമ്പാദിക്കുന്നതിൽ ഒന്നും കാണാതെ, ഹക്കും ബാത്തിലും നോക്കാതെ, ഹറാമും ഹലാലും നോക്കാതെ, ഹറാമ് തിന്നു, ഹറാമ് കുടിച്ചു, ഹറാമ് ധരിച്ചു. വഉദ്ദിയ ബിൽ ഹറാം, ഹറാമിൽ അവൻ ഊട്ടപ്പെട്ടവനാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറയുന്നു, ഫഅന്നാ യുസ്തജാബു ലിദാലിക്, പിന്നെ എങ്ങനെയാണ് അവന് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുക? അവന്റെ പ്രാർത്ഥന സ്വീകരിക്കൂല. ചെറിയ കാര്യമല്ല, ഹലാല് കുറച്ചു മതി, നരകിച്ചോട്ടെ. ആവശ്യങ്ങൾ നടക്കാതെ കഷ്ടപ്പെട്ടോട്ടെ. അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ നരകിച്ചു പോയിക്കോട്ടെ. ഹറാമുമ്മൽക്ക് തൊട്ട് ആസ്വദിക്കാന്ന് വിചാരിക്കണ്ട. ഒരു ദുആ പോലും പിന്നെ പടച്ചവൻ സ്വീകരിക്കൂല. ആലോചിച്ച് നമ്മുടെ ജീവിതം പിന്നെന്തിനാ? നമ്മൾ കരഞ്ഞിട്ട് പടച്ചവനെ വിളിക്കുമ്പോ, നമ്മൾ ഗതികെട്ടിട്ട് അല്ലാഹുവേ വിളിക്കുമ്പോ, നമ്മൾ പ്രയാസപ്പെട്ടിട്ട് റബ്ബേ ഒന്ന് നോക്കണേ എന്ന് പറയുമ്പോ അല്ലാഹു നമ്മിലേക്ക് നോക്കില്ല, നമ്മളെ കേൾക്കില്ല, നമുക്ക് ഉത്തരം നൽകില്ല. എന്തിനാണ് ആ ജീവിതം?
ആ ജീവിതം കൊണ്ട് എന്ത് ലാഭമാണ് വിശ്വാസിക്കുണ്ടായത്? അതുകൊണ്ട് മനസ്സിലാക്കിക്കോ, ഈ കാലഘട്ടം നമ്മൾ ചെവിയിൽ കുറുകിക്കൊണ്ടേ ഇരിക്കുന്നു. 7-ാം നൂറ്റാണ്ടിന്റെ ഹലാലും ഹറാമും ഈ കാലത്തിന് പറ്റില്ലട്ടോ. 7-ാം നൂറ്റാണ്ടിന്റെ ഹക്കും ബാത്തിലും ഈ കാലഘട്ടത്തെ കച്ചവട ലോകത്ത് സാധ്യമല്ല. സാധ്യമാണ്, ഖിയാമത്ത് നാൾ വരെ സാധ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല തിന്നല്ലേ എന്ന് പറഞ്ഞത് അന്യന്റെ ഹക്ക് മാത്രമാണ്, അല്ലാതെ വേറൊന്നും തിന്നരുതെന്ന് അല്ലാഹു വിലക്കിയിട്ടില്ല. ഹലാലായത്, ഒരു മനുഷ്യന്റെ ഹക്കില്ലാത്തത്, കണ്ണീരില്ലാത്തത് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് തിന്നാൻ അനുവദിച്ചു. ആരുടെയെങ്കിലും ഹക്കില്ലാത്തതാണ്, അവർക്ക് അവരുടെ ഹക്ക് തിന്നാതിരിക്കാനാണ് അല്ലാഹു നമ്മൾക്ക് ഹറാമ് പഠിപ്പിച്ചത്. എന്നിട്ട് അസാധ്യാണത്രേ. ആരാ പറയുന്നത്? പലിശ വാങ്ങുന്നവൻ, പലിശ കൊണ്ട് തന്റെ കച്ചവട സാമ്രാജ്യങ്ങൾ പണിയുന്നവൻ, ലോൺ എടുക്കുന്നവൻ, അവന് തോന്നും അസാധ്യമാണ്, ഇത് അസാധ്യമാണ് ഒഴിവാക്കുക എന്നത്. അവന് മാത്രമല്ല, നിങ്ങൾ നോക്കൂ, ഈ തെരുവോരത്ത് സ്വന്തം ശരീരം വിൽക്കുന്ന ഒരു അഭിസാരികയായ പെണ്ണിനോട് ചോദിക്കുക, ഒഴിവാക്കാൻ പറ്റുമോ? അവൾ പറയാം അസാധ്യാണ്, അസംഭവ്യാണ്, പറ്റൂല. എന്നിട്ട് നാട്ടിലെ പെണ്ണുങ്ങളൊക്കെ അങ്ങനെയാണോ നടക്കുന്നത്? നാട്ടില് ഈ 100,000 സ്ത്രീകൾ ചാരിത്രം സൂക്ഷിച്ച് അഭിമാനബോധത്തോടെ ജീവിക്കുന്നു. എന്നാൽ ഒരു അഭിസാരികയോട് ചോദിക്കൂ, അവരുടെ ജീവിതം ഒന്ന് മാറ്റാൻ പറ്റുമോ, ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? അസാധ്യമാണ്. പാപം അങ്ങനെയാണ്, പാപിയുടെ മനസ്സങ്ങനെയായിരിക്കും. അവൻ വിചാരിക്കും ഇത് പറ്റൂല. മദ്യപിക്കുന്നവനോട് നിർത്താൻ പറഞ്ഞു നോക്കൂ, സാധിക്കുന്നില്ല. അതെന്നാണ് പലിശ വാങ്ങി, പലിശയുമായി ബന്ധപ്പെട്ട് ഹറാമായ വരുമാനങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ. അവർ മനസ്സിലാക്കിക്കോ, അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ഹക്കും ബാത്തിലും നോക്കാതെ മനുഷ്യൻ ജീവിച്ചു കഴിഞ്ഞാൽ, സമ്പാദ്യമുണ്ടാക്കി കഴിഞ്ഞാൽ അവന്റെ പ്രാർത്ഥന പിന്നെ പടച്ചവൻ സ്വീകരിക്കാൻ പോണില്ല. ഗൗരവപ്പെട്ട കാര്യം. 5-ാമത്തേത് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, ഇമാം മുസ്ലിം തന്നെ ഉദ്ധരിച്ചു, മൻ ഹലഫ അലാ യമീനിൻ, ഒരു സത്യം ചെയ്തുകൊണ്ട്, ഒരു കള്ളസത്യം ചെയ്തുകൊണ്ട്, യസ്തഹിഖു ബിഹാ മാലൻ വഹുവ ഫിഹാ ഫാജിറുൻ, ഒരു കള്ളസത്യം ചെയ്തുകൊണ്ട് ഒരുത്തൻ എന്ത് ചെയ്തു? ഒരാളുടെ ധനം തട്ടിയെടുത്തു, ഒരു മനുഷ്യന്റെ വഞ്ചിച്ചിട്ട്, അല്ലെങ്കിൽ അവനെ വിശ്വസിപ്പിച്ചിട്ട്, ചതിച്ചിട്ട്. കച്ചവടങ്ങൾ അങ്ങനെയാണല്ലോ, കച്ചവടങ്ങൾ അങ്ങനെയാണ്, ചതിയാണ് അതിന്റെ ആസൂത്രണം. എത്ര നന്നായി ചതിക്കാൻ പറ്റുമോ അത്രയും ലാഭമുണ്ടാക്കാം. ആളുകൾ പറയുന്നത് ഒരു വസ്തുവിന്റെ ക്വാളിറ്റി കള്ളം പറഞ്ഞ് ആളുകളെ കൊണ്ട് പിടിപ്പിക്കുന്നവർ, കള്ളം പറഞ്ഞിട്ട്. കച്ചവടങ്ങളിൽ അങ്ങനെയാണ്, തന്ത്രമാണത്രേ, അത് തന്ത്രമാണെന്നാണ് പറയുന്നത്. ശരി, ആ തന്ത്രക്കാര് മനസ്സിലാക്കിക്കോ, അവൻ അള്ളാനെ കണ്ടുമുട്ടാൻ പോകുന്നത് എങ്ങനെയാണെന്നറിയുമോ? കോപിച്ച വിധത്തിൽ, അള്ളാഹ് അവനോട് കോപിച്ച വിധത്തിൽ, തരിമ്പും കാരുണ്യം പടച്ചവൻ അവന് കൊടുക്കാത്ത വിധത്തിൽ അവൻ അള്ളാനെ കണ്ടുമുട്ടും. അതുകൊണ്ട് സമ്പാദിക്കുമ്പോ സൂക്ഷിക്കണം, അള്ളാഹുവിന്റെ കോപം ഏറ്റുവാങ്ങും. ഇനി 6-ാമത്തേതെന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അൽ ബയ്യാനി ബിൽ ഖിയാരി മാ ലം യതഫറഖാ. കച്ചവടം ചെയ്യുന്ന ആളുകൾ, രണ്ട് കച്ചവടക്കാരായ ആളുകൾ, കൊടുക്കുന്നവനും വാങ്ങുന്നവനും, ബിൽ ഖിയാരി മാ ലം യതഫറഖാ, അവർ വേർപിരിയുന്നത് വരെ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്, ഇഖ്തിയാറുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. അത് വേണമെന്ന് വെക്കാനോ വേണ്ടെന്ന് വെക്കാനോ സ്വാതന്ത്ര്യമുണ്ട്. കച്ചവടത്തിന്റെ പൂർണ്ണമായ കരാറ് എത്തുന്നതുവരെ എനിക്കിത് വേണമോ വേണ്ടയോ എന്ന് വെക്കാനുള്ള സ്വാതന്ത്ര്യം 2 പേർക്ക് ഇടയിലുണ്ട്. ഫഇൻ സ്വദഖാ, അവർ സത്യം പറഞ്ഞിട്ട് കച്ചവടം ചെയ്താൽ, വബയ്യന, അവർ ന്യൂനതകളുണ്ടെങ്കിൽ അത് വ്യക്തമാക്കിയിട്ട് കച്ചവടം ചെയ്തു കഴിഞ്ഞാൽ, ശരിക്കും ശ്രദ്ധിച്ചോ, എൻ്റെ പറമ്പ് കൊടുക്കാനുണ്ടെങ്കിൽ, എൻ്റെ ബിൽഡിംഗ് കൊടുക്കാനുണ്ടെങ്കിൽ, എൻ്റെ വാഹനം കൊടുക്കാനുണ്ടെങ്കിൽ, എൻ്റെ ഉപഭോഗ വസ്തുക്കൾ എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ, നോക്കൂ, അതിന് ഇന്ന പ്രശ്നം ഉണ്ടിട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ കച്ചവടം ചെയ്താൽ, മൂടിവെച്ച് കച്ചവടം ചെയ്യുന്നവർ, ന്യൂനത മറച്ചു വെക്കുന്നവർ, ന്യൂനത ഒളിപ്പിച്ചു വെക്കാൻ സൂത്രപ്പണികൾ എടുക്കുന്നവർ, അവരൊക്കെ സൂക്ഷിച്ചോ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, വഇൻ സ്വദഖാ, സത്യസന്ധമായ കച്ചവടം ചെയ്താൽ, വബയ്യന, ന്യൂനത വെളിവാക്കിക്കൊണ്ട് കച്ചവടം ചെയ്താൽ, ബൂരിക ലഹുമാ ഫീ ബൈഇഹിമാ, അവരുടെ 2 പേരുടെയും കച്ചവടത്തിൽ അള്ളാഹു ബർക്കത്ത് നൽകും. അതിന്റെ ന്യൂനത പിന്നെ അവരെ ബാധിക്കാൻ പോകുന്നില്ല.
അവരെ കച്ചവടത്തിൽ അള്ളാഹു ബറക്കത്ത് നൽകും. വഇൻ കദബാ, നുണ പറഞ്ഞിട്ടാണ് കച്ചവടം നടക്കുന്നതെങ്കിലോ, വകതമാ, രണ്ടുപേരും മൂടി വെച്ചിട്ടാണ് കച്ചവടം നടത്തുന്നതെങ്കിലോ, മുഹിഖത് ബറകതഹു ബൈഇഹിമാ, അവരുടെ രണ്ടുപേരുടെയും കച്ചവടത്തിന്റെ ബറക്കത്ത് അള്ളാഹു അങ്ങോട്ട് ഊരിയെടുക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല ചെയ്യുന്ന പണിയാണ്. വഞ്ചിക്കാൻ അള്ളാഹു മനുഷ്യനെ അനുവദിച്ചിട്ടില്ല. ഒരു മനുഷ്യനെ വഞ്ചിക്കാൻ മറ്റൊരു മനുഷ്യന് അള്ളാഹു സുബ്ഹാനഹു വതആല അനുവാദം നൽകിയിട്ടില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ചോളണം. നമ്മൾ വിചാരിക്കുന്നത് ഇതൊക്കെ നമ്മൾക്ക് ബർക്കത്തുണ്ടാവുന്നതാണ്, ഇതൊക്കെ ബർക്കത്തുണ്ടാക്കും, കച്ചവടമൊക്കെ ബർക്കത്തുണ്ടാക്കും നമ്മൾ വിചാരിക്കും. ഉപജീവന മാർഗങ്ങൾ എനിക്ക് ലാഭം ഉണ്ടാക്കുമെന്ന് വിചാരിക്കും. അത് തൊഴിലെടുക്കുന്നവരോ അതെ, തൊഴിലിനോട് കാണിക്കേണ്ട ബാധ്യത കാണിക്കാതെ ജോലി ചെയ്യുന്ന ആളുകൾ, അവർ ആളുകളെ വഞ്ചിച്ചും ആളുകളെ തട്ടിച്ചും തന്റെ തൊഴിൽ ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കിക്കോ, അവന്റെ ശമ്പളത്തിന് ബർക്കത്തില്ല. അവന് വീട്ടിൽ കൊണ്ടുപോയി അവന്റെ മക്കളുടെ വായിൽ വെച്ച് കൊടുക്കുന്ന ഭക്ഷണത്തിന് ബർക്കത്തില്ല. അവൻ തന്റെ കുടുംബം പുലർത്തുന്ന റിസ്കിന് ബർക്കത്തില്ല. ആ ബർക്കത്തില്ലെങ്കിൽ അവൻ എങ്ങനെയാണോ ഉണ്ടാക്കിയത് അതിന്റെ അധികം അവന്റെ കയ്യിൽ നിന്നത് പോയിക്കൊണ്ടിരിക്കും. എന്റെ ധനത്തിന് ബർക്കത്തില്ലെങ്കിൽ എന്താ, എന്റെ കുട്ടിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പിന്നെ എനിക്ക് സമയം ഉണ്ടാവൂ, എനിക്കതിനെ സമയം ഉണ്ടാവൂ. അതല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ എന്ത് ചെയ്താലും, എന്ത് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്ത് ചെയ്താലും അതിലൊന്നൊരു പ്രശ്നമില്ല. ചില ആൾക്കാരുണ്ട് നിരന്തരമായി കുട്ടികൾക്ക് അസുഖമുണ്ട്, അല്ലെങ്കിൽ വീട്ടിൽ കുറേ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ എന്ത് സംരംഭം ചെയ്താലും പരാജയപ്പെടാം. എന്തോ കണ്ണേറ് തട്ടിയെന്നാണ് തോന്നുന്നത്, അല്ലെങ്കിൽ ആരോ സിഹർ ചെയ്തെന്നാണ് തോന്നുന്നത്. ആദ്യം നിന്റെ വരുമാനത്തിൽ ഹറാമുണ്ടോ നോക്ക്. ആദ്യം നീ സമ്പാദിച്ച നിന്റെ സ്വത്തിൽ ഹറാമുണ്ടോ നോക്ക്. ആർക്കെങ്കിലും പൊരുത്തമില്ലാത്ത സ്വത്ത് നിനക്കുണ്ടെങ്കിൽ നിനക്ക് ആര് കണ്ണേൽപ്പിക്കണം, നിനക്ക് ആര് സിഹർ ചെയ്യണം? കാരണം എന്താ, അതിനേക്കാൾ വലുതാ നിന്റെ കയ്യിലുള്ളത്, അതിനേക്കാൾ വലുതാ ലോകത്തെ എല്ലാ കണ്ണേറും. എന്ത് മതി? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ്. ചൊല്ലിയാൽ തീരാത്ത ഒരു കണ്ണേറ് പടച്ചോൻ ഭൂമിയിൽ ഉണ്ടാക്കിയിട്ടില്ല. സിഹർ, ഇനി വലിയ സാഹിർ വന്നോട്ടെ, മൂസാ നബിയുടെ കാലത്തെ സാഹിർമാരെന്നെ വന്നോട്ടെ, അവരൊക്കെ കൂടി സിഹർ ചെയ്താൽ ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് എന്ന് ഓതിയാൽ പൊളിഞ്ഞ് പാളീസാവാത്ത സിഹറില്ല. എന്നിട്ട് ആളുകൾക്ക് അതിലാ പേടി, കണ്ണേറ് പേടിച്ചിരിക്കുക. കണ്ണേറ് പേടിച്ചിരിക്കുന്നത് തന്നെ പഴച്ചവന്റെ ലക്ഷണമാണ്. സിഹർ പേടിച്ച് നടക്കുന്നത് തന്നെ പഴച്ചവൻ പിശാച് ആധിപത്യം പുലർത്തിയവന്റെ നേർക്കുനേറുള്ള ലക്ഷണമാണ്. ഒരു വിശ്വാസി പേടിക്കോ? ഏതെങ്കിലും സഹാബി വീട്ടിന്റെ ഉള്ളിൽ കണ്ണേറ് എന്ന് പറഞ്ഞിരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു സാബി തന്റെ വീട്ടിന്റെ അകത്ത് സിഹർ എന്ന് പറഞ്ഞ് പേടിച്ചിരുന്നത് കണ്ടിട്ടുണ്ടോ? പഴച്ചവന്മാരല്ലാതെ ഇരുന്നിട്ടില്ല. ശരിക്കും നമ്മൾ മനസ്സിലാക്കിക്കോ, കണ്ണേറും സിഹറും ഒക്കെ അള്ള വല്ല ഷെറയിൽ കൂടെ വെക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും. അതങ്ങോട്ട് ഉണ്ടായിക്കോട്ടെ, അതിനുള്ള മാർഗം അല്ല പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? നിങ്ങൾ ആയത്തോതിയിട്ട് ജമഅ കഫൈഹി, നിങ്ങളുടെ രണ്ട് കൈകൾ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് സുമ്മ നഫസ, എന്നിട്ട് അതിലേക്കൊന്ന് ഊതിയിട്ട് നിങ്ങളെ ശരീരത്തിൽ തടവിയാൽ തീരാത്ത സിഹറില്ല, ഇത് ഈമാനാണ്. തീരാത്ത കണ്ണേറില്ല, ഇത് ഈമാനാണ്. ഇത് വേണ്ട ഈ ഈമാൻ. എന്നിട്ട് നോക്കേണ്ടത് ഏതാ? എന്റെ കുട്ടിക്ക് എപ്പോഴാ അസുഖം? എന്താ ഞാൻ കൊടുക്കുന്നത് ഹലാലാണോ? അത് നോക്കൂല. അവിടേക്ക് ചിന്തയില്ല. നേരെ മറിച്ച് ഇതിനാണ് ചിന്ത. എന്നിട്ട് കാട് കയറി അവൻ സിഹർ ചെയ്തു, അപ്പുറത്തെ വീട്ടുകാർ സിഹർ ചെയ്തു, എന്റെ കുടുംബക്കാർ സിഹർ ചെയ്തു. സിഹർ എന്ന മഹാപാപവും പേറി, കുടുംബ ബന്ധം തകർക്കുക എന്ന മഹാപാപവും പേറി, അയൽവാക്ക ബന്ധം തകർക്കുക എന്ന മഹാപാപവും പേറി ഈ ദുനിയാവിൽ ഗതികെട്ടവനായി ജീവിച്ചു തീരും. സമ്പാദ്യത്തിലേക്ക് നോക്കണം. എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ എന്തെടുത്ത് ചെലവഴിച്ചാലും എന്ത് പരിഹരിക്കാൻ നോക്കിയാലും ജീവിതത്തിൽ സംതൃപ്തി കിട്ടുന്നില്ല, അസ്വസ്ഥമാണ് ജീവിതമെങ്കിൽ സഹോദരങ്ങളെ വരുമാനത്തിലേക്ക് നോക്കിക്കോ. സ്വത്ത് ഭാഗിക്കുമ്പോ എൻ്റെ സഹോദരനും സഹോദരിക്കും ഒന്ന് തള്ളിയിട്ടാണ് എൻ്റെ സ്വത്ത് വന്നതെങ്കിൽ പിന്നെ എനിക്ക് സമാധാനം ഉണ്ടാവോ? നല്ല ഭാഗങ്ങളൊക്കെ എൻ്റെ പേരിലാക്കി കൊള്ളാത്ത വില കുറഞ്ഞ ഡിമാൻഡില്ലാത്ത ഭാഗങ്ങളൊക്കെ അനിയനും എഴുതി കൊടുത്തിട്ട് ഞാൻ ഏത് പള്ളിയിൽ പോയിരുന്നിട്ട് തല കുത്തി മറിഞ്ഞിട്ട് എന്ത് കാര്യമുണ്ട്?
അനീതിയോടെ സ്വത്ത് ഭാഗിച്ചിട്ട് ആ സ്വത്ത് ഭുജിച്ചിട്ട് സ്വന്തം കുട്ടിക്ക് കണ്ണേറാണോ ചേറാണോ നോക്കിയെടുക്കാൻ നീ ഉണ്ടാക്കിയ ബേജാറല്ലാത്ത വേറെ ഒന്നും നിന്റെ കുട്ടിക്കില്ല, നിന്റെ കുടുംബത്തിനില്ല, നിന്റെ കച്ചവടത്തിനില്ല എന്ന് തിരിച്ചറിഞ്ഞാൽ മതി. അല്ലെ, കച്ചവടത്തിൽ ഇതൊക്കെ കച്ചവടം തന്ത്രമാണ്. അതാണ് പുതിയ കാഴ്ചപ്പാട്. നമ്മള് എക്കണോമിക്കൽ കാഴ്ചപ്പാടാണ്. കച്ചവടം എന്താ? തന്ത്രമാണ്. അവിടെ തന്ത്രശാലികളാണ് വിജയിക്കുക. നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഒരു 50-60 കൊല്ലം അതിൽ തന്നെ ഒരു 15-20 വയസ്സ് മുതൽ ഒരു 50-55-60 വയസ്സ് വരെ നേരെ നിൽക്കണ കാലമുള്ളോ? നേരെ നിൽക്കണ കാലത്ര ഉള്ളോ? ഒരു 40 കൊല്ലം അതാണ് നേരെ ചൊവ്വെ ഒറ്റാന്തടിയായി നിൽക്കുന്ന കാലം. അതിനെ മുമ്പും പിമ്പും വളഞ്ഞ് ആളുകളുടെ പിന്നെ ഔദാര്യത്തിൽ ജീവിക്കേണ്ട കാലാണ് മുമ്പും ഉള്ളത് പിമ്പുള്ളത്. അതങ്ങനെ വെച്ചത്. ആളുകൾ എടുത്തില്ലെങ്കിൽ, വാരിത്തന്നില്ലെങ്കിൽ, കോരിത്തന്നില്ലെങ്കിൽ ചത്ത് ശവമായി കിടക്കുന്ന ഒരു കാലം പിന്നിട്ടിട്ടാ നമ്മളിപ്പോ നേരെ ചൊവ്വ നിൽക്കാനായത്. ഇനി ഒരു കാലത്ത് കൂടെ വരും അതേപോലെ ആളുകൾ വാരിത്തന്നില്ലെങ്കിൽ, കോരിത്തന്നില്ലെങ്കിൽ ചത്തുപോകുന്ന കാലത്തിലേക്ക് നമ്മൾ ഇനിയും മടങ്ങും. അതിൻ്റെ ഇടയിൽ കുറച്ചു കാലമാണ്. ഈ കാലം ഒന്ന് സുഖിക്കാൻ, ഈ കാലത്ത് സമ്പാദിക്കാൻ, അതിനാണ് 100 ഹക്കും ബാത്തിലില്ലാതെ ധനം തട്ടിയെടുക്കുക. ആലോചിച്ച് നോക്കൂ. ഞാൻ ഹറാമും ഹലാലും പറയല്ല. മനുഷ്യന്റെ കണ്ണീരോട് കൂടി ഒരു ധനം എന്റെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ബർക്കത്തുണ്ടാവുക. ഇപ്പൊ സ്ത്രീധനം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സ്ത്രീധനം എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അതിന്റെ ഹുക്കുമ് പറയല്ല ഞാൻ, മറിച്ച് അത് കൊടുക്കുന്നവർ മുഴുവൻ ഗതികെട്ടിട്ടാണ് കൊടുക്കുന്നത്. വളരെ തുച്ഛം ആളുകളാണ് അതൊരു പ്രശ്നമല്ലാതെ, തന്റെ സ്വത്തിനെ ബാധിക്കാതെ, ജീവിതത്തെ ബാധിക്കാതെ സിമ്പിളായിട്ട് എടുത്തു കൊടുക്കാൻ പറ്റുന്ന ധനികരായിട്ടുള്ള ഒരു 10% ഈ ഭൂമിയിലുള്ളൂ. ബാക്കി മുഴുവൻ ആളുകൾ ഗതികെട്ടിട്ടാണ് പാർപ്പിടം വിട്ടിട്ട്, ബാങ്കിൽ പോയി പലിശക്കെടുത്തിട്ട്, കടം വാങ്ങിയിട്ട്, പല സ്വപ്നങ്ങളും തല്ലിക്കൊഴിച്ചു കളഞ്ഞിട്ട് ഈ സ്ത്രീധനം വാങ്ങി കെട്ടിയിട്ട് പുതിയാപ്പളാന്ന് പറഞ്ഞിട്ട് ഇപ്പം വീട്ടിൽ വന്നിരിക്കുന്ന നാണം കെട്ട നികൃഷ്ട ജീവി, നാണം കെട്ടവൻ. ഒരു കുടുംബത്തിന്റെ കണ്ണുനീര് അതിന് കാരണക്കാരനായവൻ. അല്ലാഹ് ചോദിക്കൂലേ, നിങ്ങൾക്ക് എനിക്കൊരു ഭാര്യ വേണം, എൻ്റെ ലൈംഗിക ആവശ്യത്തിന് വേണം, എൻ്റെ ജീവിത ആവശ്യത്തിന് വേണം. ആർക്കാണ് ആവശ്യം? ആണിനോ പെണ്ണിനോ ആവശ്യം? നിങ്ങൾ നോക്ക്, ആലോചിക്ക്. ദാമ്പത്യ ജീവിതം ഏറ്റവും അധികം ആവശ്യം ആർക്കാ? പെണ്ണിന് ആവശ്യമില്ല എന്നല്ല ഞാൻ പറയുന്നത്. പെണ്ണിനേക്കാൾ ഇരട്ടി ആവശ്യം ആണിൻ്റെതാണ്. പെണ്ണിനേക്കാൾ ഇരട്ടി ലൈംഗികമായിട്ടുള്ള ആവശ്യം ആർക്കാ ഇരട്ടിയുള്ളത്? പുരുഷനാണ്. ജീവിതം നമ്മുടെ വീട്ടിൽ എന്നിട്ട് നമ്മളെന്തേ കെട്ടിക്കൊണ്ടുവരുന്നു, അവളുമായി ബന്ധപ്പെട്ട് നമുക്ക് സന്തോഷം ഉണ്ടാവുന്നു, നമ്മളെ വീട് നോക്കുന്നു, നമ്മളെ മക്കളെ നോക്കുന്നു, നമ്മളെ എല്ലാം നോക്കുന്നു. അങ്ങട് കൊടുക്കുക എന്നതായിരുന്നു ന്യായം. പക്ഷേ ഇങ്ങട് വാങ്ങി തിന്നിട്ടാണ് കുടുംബജീവിതം ആരംഭിച്ചത്. പിന്നെ ആ കുടുംബജീവിതത്തിൽ എങ്ങനെ ബർക്കത്തുണ്ടാവുക? എൻ്റെ മകൻ, എൻ്റെ മകൾ, അത് ആരുടെ കണ്ണുനീരിൽ നിന്നാണ് വളർന്നു വന്നത്? എൻ്റെ ഭാര്യയുടെ പിതാവിൻ്റെ മാതാവിൻ്റെ കണ്ണുനീര്. അവര് വിറ്റുകളഞ്ഞവരെ സ്വപ്നങ്ങൾ, അവർ കടക്കാരായത്, അവരുടെ വീട് ജപ്തി ചെയ്തു പോയത്, അവരുടെ ബാക്കിയുള്ള മക്കൾക്ക് കിട്ടേണ്ട ഓഹരികൾ, ആൺമക്കൾക്ക് കിട്ടേണ്ട ഓഹരികൾ തട്ടിച്ചെടുത്ത നീചനായ എനിക്കുണ്ടായ സന്താനം ആരുടെ കണ്ണുനീരാണ്? എൻ്റെ ഭാര്യ വീട്ടുകാരുടെ കണ്ണുനീര്. എന്നിട്ട് ബർക്കത്ത് നോക്കി നടക്കാൻ, കണ്ണീറേറ്റെന്നും പറഞ്ഞു നടക്കുക ആൾക്കാർ, സിഹിർ ബാധിച്ചെന്നും പറഞ്ഞു നടക്കുക. അതുകൊണ്ട് മനസ്സിലാക്കിക്കോ, ബർക്കത്ത് വേണോ കണിശമായി സൂക്ഷിച്ചോ, ഹറാമ് വേണ്ട. നിങ്ങൾ അത് മദീന്ന്. ഹലാലായത് കുറച്ചുണ്ടോ? അല്ല, കുറച്ച് ആവശ്യം നമുക്ക് വരുത്തുള്ളൂ, ബാക്കി അല്ല വെപ്പിക്കുന്നു. ഹലാലായതുണ്ടെങ്കിൽ ബാക്കിയാവുന്നു. മനസ്സ് ശരിക്കും ഈമാൻ ഉറപ്പിച്ചോ. ഹലാലായത് കുറച്ചുള്ളൂ, പക്ഷെ ആവശ്യം കഴിഞ്ഞിട്ട് മിച്ചം ഉണ്ടാവുന്നു. ഹറാമുണ്ടല്ലോ, എത്ര വാരിക്കോരിയിട്ടുണ്ടെങ്കിലും അത് പിന്നെ മിച്ചം കാണൂല. അത് ശരിക്കും മനസ്സിലാക്കിക്കോ. അതുകൊണ്ട് 6ാമത്തെ കാര്യം മനസ്സിലാക്കിക്കോ, അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിന്റെ ബർക്കത്ത് അങ്ങോട്ട് എടുത്തു കളയും. ഇനി 7ാമത്തേത് എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നന്മയും ഹറാമായ സമ്പാദ്യം കൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരില്ല.
ഒരു നന്മയും കൊണ്ടുവരില്ല. എങ്ങനെ സമ്പാദിച്ചു കൂട്ടിയിട്ടും കാര്യമില്ല. അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, ഖുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും, നാം നിങ്ങൾക്ക് തന്നതിൽ നിന്ന് വിശിഷ്ടമായത് നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക. വലാ തത്ഗൗ ഫീഹി, നിങ്ങൾ അതിൽ എന്ത് ചെയ്യരുത്, അതിര് കവിഞ്ഞു പോകരുത്. ഫയഹില്ല അലൈക്കും ഗളബി, അങ്ങനെ നിങ്ങൾ അതിര് കവിഞ്ഞു പോയി കഴിഞ്ഞാൽ എന്റെ കോപം നിങ്ങൾക്ക് മേൽ ഇറങ്ങും, എന്റെ കോപം നിങ്ങൾക്ക് മേൽ ഇറങ്ങും. വമൻ യഹ്ലിൽ അലൈഹി ഗളബി, ആർക്കെങ്കിലും എന്റെ കോപം ആരുടെയെങ്കിലും മേൽ ഇറങ്ങിയോ ഫഖദ് ഹവാ, അവൻ പതിച്ചുപോയി, വീണുപോയി, അവൻ നാശത്തിൽ പതിച്ചുപോയി. അല്ലാഹു സുബ്ഹാനഹു തആല പറയാ, നിങ്ങൾ തിന്നുമ്പോ ത്വയ്യിബായത് തിന്നോളണം, വിശിഷ്ടമായത് തിന്നോളണം, ഹലാലായത് തിന്നോളണം. ഹറാമായത് നിങ്ങൾ തിന്നാൽ, ത്വയ്യിബല്ലാത്തത് നിങ്ങൾ തിന്നാൽ, നിങ്ങൾ മനസ്സിലാക്കിക്കോ, എന്റെ കോപം നിങ്ങളെ മേൽക്ക് ഇറങ്ങും. എന്റെ കോപങ്ങളെ മേൽക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളെ ജീവിതത്തിന്റെ നന്മ ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ അധപതിച്ച ജീവിതമായിരിക്കും. നിങ്ങൾ വീണ് നശിച്ച്. അല്ലാഹു സുബ്ഹാനഹു തആല പറയാ. അതുകൊണ്ട് ശരിക്കും നമ്മൾ നോക്കിക്കോ, ശരിക്കും നമ്മുടെ ജീവിതത്തെ പറ്റി നമ്മൾ ചിന്തിച്ചോ. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു തബഉ താബിയായിട്ടുള്ള പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, നമ്മളൊക്കെ ജീവിതത്തിലും ചെക്ക് ചെയ്ത് നോക്കിക്കോട്ടോ. നമുക്കൊക്കെ അനുഭവപ്പെടുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോ എല്ലാവരും. അദ്ദേഹം പറഞ്ഞത് എന്തറിയോ? അദ്ദേഹം പറയാണ്, ഇന്നി ലഅഅസി അല്ലാഹ, ഞാൻ നിശ്ചയമായിട്ടും അല്ലാഹുവിനോട് അനുസരണക്കേട് കാട്ടി. ഫഅറാ ദാലിക ഫീ ഖുലുഖി ദാബതി വംറഅതി, അപ്പോ ഫഅറാ, ഞാൻ കാണാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ കണ്ടു. എന്താ? ദാലിക, അത് ഞാൻ കണ്ടു, ആ ഹറാമ് ചെയ്തതിന്, അനുസരണക്കേട് കാട്ടിയതിന്റെ ഒരു മറുപുറം ഞാൻ കണ്ടു. ഫീ ഖുലുഖി ദാബതി, എന്റെ മൃഗത്തിന്റെ സ്വഭാവത്തിൽ, വാഹനത്തിന്റെ സ്വഭാവത്തിൽ, വംറഅതി, എന്റെ ഭാര്യയുടെ സ്വഭാവത്തിൽ. അതിന്റെ ഒരു സൈഡ് എഫക്റ്റ് ഞാൻ കണ്ടു. ജീവിതത്തിൽ നമ്മൾ എന്ത് ഹറാമയുണ്ടോ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റാണ് നമുക്ക് വരുന്ന പ്രശ്നങ്ങൾ എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കിക്കോ. അള്ളാഹിനോട് നമ്മൾ കാണിച്ച ധിക്കാരുണ്ടല്ലോ, ആ ധിക്കാരമായിരിക്കും നമുക്കുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ. നമ്മളെ വീട്ടിൽ സമാധാനമില്ലേ? നമ്മളെ ഭാര്യയുമായിട്ട് സംതൃപ്തിയുള്ള ജീവിതം കിട്ടുന്നില്ലേ? നമ്മളെ മക്കൾ അനുസരണക്കേടിലാണോ? നമ്മളെ മക്കളെ കൊണ്ട് കണ്ണീര് കുടിക്കാണോ? നമ്മളെ ബന്ധുക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, അവരുമായി നമുക്ക് പ്രശ്നമാണോ? നമ്മുടെ അയൽവാസികൾ പ്രശ്നമാണോ? സമാധാനമില്ലേ? സ്വസ്ഥതയില്ലേ? എങ്കിലും മനസ്സിലാക്കിക്കോ, അള്ളാഹുവിനോട് ധിക്കാരം കാണിച്ച ജീവിതം അത് ഇവിടെ സ്വസ്ഥതയില്ലാത്ത ജീവിതമായിരിക്കും. ശരിക്കും ശ്രദ്ധിച്ചോ, എന്ത് ഹറാമ് ചെയ്തു കഴിഞ്ഞാലും ഒരടി അതിനെ തുടർന്ന് കിട്ടും ജീവിതത്തിൽ. അദ്ദേഹം പറയാ, അദ്ദേഹം എന്ത് തെറ്റാ ചെയ്യുക? ചെറിയ തെറ്റായിരിക്കും അദ്ദേഹത്തിന് പറ്റുക. ആ കുഞ്ഞി തെറ്റിന് അദ്ദേഹം പറയുന്നു, ആ തെറ്റുകൾക്കുള്ള അടി ഉടനെ ഞാൻ ജീവിതത്തിൽ കാണാറുണ്ട് എന്ന് അദ്ദേഹം നമുക്ക് പഠിപ്പിച്ചു തരാം. അതുകൊണ്ട് വിശ്വാസികളെ സൂക്ഷിച്ചോ, ഹറാമ് വയറ്റിലേക്ക് പോകരുത്. ഒരൊറ്റ ഹദീസ് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ഇമാം മുസ്ലിം പറഞ്ഞതാ. ഇമാം മുസ്ലിം പറഞ്ഞു, അൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖാൽ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാ, ലമ്മ കാന യൗമുൽ ഖൈബർ ദിവസം, ഖൈബർ യുദ്ധത്തിന്റെ സമയത്ത്, ഫഅഖബല നഫറു മിൻ അസ്ഹാബിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാലു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളിൽ നിന്ന് ഒരു കൂട്ടം അവരെന്ത് ചെയ്തു? ഫഖാലു, അവരിങ്ങനെ ആ ഖൈബർ യുദ്ധത്തിന്റെ സ്ഥലത്ത് ഇങ്ങനെ നടക്കാണ്. അപ്പൊ സ്വഹാബികളിൽ നിന്ന്, മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരിച്ചു വീണ അള്ളാന്റെ റസൂലിന്റെ സൈന്യത്തിന്റെ ഒപ്പം നിന്നിട്ട് മരിച്ചു വീണ ആളുകളുടെ മയ്യത്ത് അവർ കാണാണ്. അപ്പൊ അവർ പറയും, ഫുലാനുൻ ഷഹീദ്, ഇതാ ഈ മനുഷ്യൻ ഷഹീദായിരിക്കുന്നു, ഫുലാനുൻ ഷഹീദ്, ഈ മനുഷ്യൻ ഷഹീദായിരിക്കുന്നു എന്നിങ്ങനെ പറയാണ് സന്തോഷത്തോടെ. ഷഹീദാണല്ലോ, സ്വർഗാണല്ലോ. അത് നോക്കിയിട്ട് ആ മരിച്ച ആളുകളെ നോക്കിയിട്ട് പറയാണ്, ഹത്താ മർറു അലാ റജുലിൻ, മറ്റൊരു മനുഷ്യന്റെ അടുത്തേക്ക് അവരെത്തുന്നത് വരെ എല്ലാവരെ പറ്റിയിട്ടും പറഞ്ഞു. ഫഖാലു, ആ മനുഷ്യനെത്തിയപ്പോ ഫുലാനുൻ ഷഹീദ്, അയാളെ ചൂണ്ടിയിട്ടും പറഞ്ഞു, ഇതാ ഒരു മനുഷ്യൻ ഷഹീദായിരിക്കുന്നു. ഫഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, കല്ലാ, അതങ്ങനെയല്ല, ഇന്നി റഅയ്തുഹു ഫിന്നാർ, ഞാൻ ഇവനെ നരകത്തിൽ കണ്ടു, ഫീ ബുർദത്തിൻ ഗല്ലഹാ, ഒരു ബുർദ മോഷ്ടിച്ചതിന്, ഒരു പുതപ്പ് മോഷ്ടിച്ചതിന്, ഔ അബാഅത്തിൻ, അല്ലെങ്കിൽ ഒരു മേലങ്കി മോഷ്ടിച്ചതിന്റെ പേരിൽ
ഈ ദീനിനു വേണ്ടി ഷഹീദായിട്ട് കിടക്കുന്നു എന്ന് നിങ്ങൾ ഈ വിചാരിച്ച മനുഷ്യന് ഷഹീദായിട്ടല്ല അല്ല എനിക്ക് കാണിച്ചു തന്നത്, നരകത്തിൽ കിടക്കുന്നവനായിട്ടാണ് അല്ല എനിക്ക് അവനെ കാണിച്ചു തന്നത് എന്ന് സഹാബികളെ നോക്കിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. ആരാ മരിച്ചത്? സ്വഹാബിയാണ്. എങ്ങനെയാ മരിച്ചത്? ആക്സിഡന്റ് ആയിട്ടല്ല, അല്ലെങ്കിൽ പ്രായമായിട്ടല്ല, രോഗമായിട്ടല്ല, പടച്ചോന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്തിട്ട്, ഫീ സബീലില്ലാഹിൽ ജിഹാദ് ചെയ്തിട്ട്. ഇനി അതിനേക്കാൾ വലുത് എന്താ ചെയ്യാനുള്ളത്? ഒരു വിശ്വാസിക്ക് അതിൻ്റെക്കാൾ വലുതെന്താ ചെയ്യുന്നത്? സ്വന്തം ശരീരം ഇങ്ങോട്ട് കൊടുക്കുക, പടച്ചോനക്ക് വേണ്ടിയിട്ട് മരണം ഇങ്ങോട്ട് ആസ്വദിക്കുക. അങ്ങനെ കൊടുത്ത മനുഷ്യനാ. പക്ഷേ ആ മനുഷ്യൻ എപ്പോഴോ ആരുടെയോ ഒരു പുതപ്പ് മോഷ്ടിച്ചു, ഒരു മേലങ്കി മോഷ്ടിച്ചു. അനുവാദമില്ലാതെ ഒരുത്തന്റെ സ്വത്ത് ആ സ്വഹാബി തിന്നുപോയി. റസൂലുള്ള പറയാണ്, അള്ളാന്റെ റസൂൽ പറഞ്ഞു കൊടുത്തു, ഇന്നി റഅയ്തുഹു ഫിന്നാർ, ഞാൻ അവനെ കാണുന്നു, നരകത്തിൽ കാണുന്നു. ഒരു സഹാബിക്ക് ഹറാമ് തിന്നിട്ട് രക്ഷയില്ല. ഷഹീദാവേണ്ട മനുഷ്യൻ, അള്ളാന്റെ മാർഗത്തിൽ ഷഹീദായി മാറേണ്ട, എഴുതപ്പെടേണ്ട മനുഷ്യൻ, അയാള് ഒരു ഹറാമ് തിന്നതിന്റെ പേരിൽ നരകത്തിലാണെങ്കിൽ ഈ ലോകത്ത് നമ്മൾ ആരെങ്കിലും രക്ഷപ്പെടുമോ ഹറാമ് തിന്നിട്ട്? ഈ ലോകത്ത് നമ്മൾ ആരെങ്കിലും രക്ഷപ്പെടുമോ ഹറാമ് തിന്നിട്ട്? സഹോദരങ്ങളെ, ആലോചിച്ചേക്ക്. ഹലാല് മതി. ആ ഹലാലിൽ അല്ലാഹു സുബ്ഹാനഹു തആല സന്തോഷം വെച്ചിരിക്കുന്നു, അതിലാണ് സംതൃപ്തി വെച്ചിരിക്കുന്നത്, അതിലാണ് ആനന്ദം വെച്ചിരിക്കുന്നത്, അതിലാണ് ഖുർറത്ത് അയുനിൻ, കൺകുളിർമ വെച്ചിരിക്കുന്നത്. ഹലാലായ സന്തോഷത്തിലാണ്. അത് മക്കൾക്ക് കൊടുത്താൽ മക്കൾ ചിരിക്കും, നമ്മളെ സ്നേഹിക്കും. ഹലാല്. ഹറാമു വാരിക്കോരി കൊടുത്താലും മക്കൾക്ക് വെറുപ്പുള്ളവൻ വാപ്പയാണ്, ഭാര്യയ്ക്ക് വെറുപ്പുള്ളത് ഭർത്താവാണ്, കുടുംബത്തിലെ ശത്രു വാപ്പയാണ്. അയാളൊന്ന് ചത്തുപോയിരുന്നെങ്കിൽ എന്ത് ആഗ്രഹിക്കുന്ന കൊതിക്കുന്ന ഭാര്യയും മക്കളും ഉണ്ടാക്കിയത് എങ്ങനെയാ? ഹറാമ് കോരി കൊടുത്ത്. ഹലാല് കൊടുത്തൊക്കെ കുറച്ചുള്ളോ, അവരെ വയറ് നിറയണ്ട. പക്ഷെ ആ വാപ്പനെ അവർക്ക് സ്നേഹിക്കാതിരിക്കാൻ പറ്റും. അള്ള കൽബിലേക്ക് ആ സ്നേഹം ഇട്ട് കൊടുക്കും. ആ ഭാര്യ ഉണ്ടല്ലോ, ആ ഭാര്യ ഹറാമ് കൊണ്ട് അവളെ ലോകം മുഴുവൻ വാങ്ങിക്കൊടുത്താലും അവളെ മനസ്സിൽ ആ മനുഷ്യനോട് വെറുപ്പാണ്. പക്ഷേ ഹലാല് മാത്രം കൊടുത്താൽ നിങ്ങൾക്ക് ഒന്നും കൊടുക്കാൻ കഴിഞ്ഞില്ല, തുച്ഛമാണ് നിങ്ങൾ കൊടുത്തതെങ്കിലും അവളെ മനസ്സിൽ അള്ള മുഹബ്ബത്തിട്ട് കൊടുക്കും, അവനെ പറ്റിയിട്ടുള്ള സ്നേഹം ഇട്ട് കൊടുക്കും. അതൊരു ബർക്കത്താണ്. അതുകൊണ്ട് ബർക്കത്ത് വേണോ? ബർക്കത്തില്ലാത്ത കുറേ സമ്പാദ്യം വേണോ? നമ്മൾ ആലോചിച്ചേക്ക്. അല്ലാഹു സുബ്ഹാനഹു തആല മരണം വരെ ഹറാമായ ഒരു തുണ്ട് ഭക്ഷണം, ഒരു തുണ്ട് റിസ്ക് വായിലേക്ക് പോകാത്തവരായി നമ്മളെയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും കാത്തു സംരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് حمدا كثيرا طيبا مباركا فيه والصلاة والسلام على خاتم الأنبياء والمرسلين نبينا الحبيب محمد وعلى آله وصحبه أجمعين أما بعد اتقوا الله عباد الله. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസിനികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ അള്ളാൻ്റെ റസൂലിൻ്റെ 1 വയസ്സുള്ള വീട്ടിൽ നീന്തിക്കൊണ്ടിരിക്കുന്ന കുട്ടി താഴെ കിടക്കുന്ന ഒരു ഈത്തപ്പഴം വായിലേക്കിട്ട ചരിത്രം നമുക്കറിയാം. റസൂലുള്ള ഓടി വന്നിട്ട് ആ കുട്ടിൻ്റെ വായിൽ ആ വിരൽ വെച്ചിട്ട് കഹ്യാ ബുനിയ, എൻ്റെ പൊന്നുമോനെ അത് കക്ക്, അത് തുപ്പ് എന്ന് പറഞ്ഞ് റസൂലുള്ള ബലമായി പിടിച്ച് ആ കുട്ടിയിൽ നിന്ന് ആ ഈത്തപ്പഴം മാറ്റിവെച്ചു. നമുക്കറിയാം അതൊരു കുഴപ്പമില്ല, മുക്കല്ലിഫല്ല കുട്ടി, കൽപ്പനകൾക്ക് വിധേയമല്ല കുട്ടി. 1 വയസ്സുള്ള കുട്ടിക്ക് ഹക്കും ബാത്തിൽ ഹറാമു ഹലാലുണ്ടോ? ഇല്ല, റസൂലുള്ളാഹിക്ക് അതറിയാം. പക്ഷെ ഒരു തരിമ്പ് ഹറാമു പോകണ്ട. റസൂലുള്ള സംശയിച്ചെന്തറിയോ? ബൈത്തുൽ മാലിലെ പൊതുസ്വത്തിലെ ഏതെങ്കിലും ഈത്തപ്പഴം, നബിന്റെ വീട്ടിൽ കൂടാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും സെർവിങ് നടക്കുക, അവിടെ എവിടെയെങ്കിലും വീണ് പോയതാണോ? ഒരുപക്ഷെ നബിന്റെ ഈത്തപ്പഴം തന്നെ ആയിരിക്കാം, സ്വന്തമായിരിക്കാം. പക്ഷേ അത് സ്വന്തമല്ലെങ്കിലോ എന്നാലോചിച്ചിട്ടാണ് ആ വായിൽ നിന്ന് അത് മാറ്റിയത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്താന പരമ്പരകൾ നിങ്ങൾ നോക്കിക്കോ, ആ സന്താന പരമ്പരകളൊക്കെ അങ്ങനെ ശ്രദ്ധിച്ച് ജീവിച്ചു പോയവരാണ്.
അങ്ങനെ ശ്രദ്ധിച്ച് ജീവിച്ചു പോയവരാ. അങ്ങനെ ശ്രദ്ധിക്കണം, നമ്മളെ മക്കളെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് അദ്ദേഹം പിന്നെ പൊതുജനാവിൽ നിന്ന് ആപ്പിൾ ഇങ്ങനെ വിതരണം ചെയ്യാണ്. സമയത്ത് അദ്ദേഹത്തിൻ്റെ ചെറിയ മോള് 2 വയസ്സുള്ള മോള് ഓടി വന്നിട്ട് വാപ്പ ഇങ്ങനെ ആപ്പിൾ കൊടുക്കില്ലേ, അതിൽ നിന്നൊരു ആപ്പിൾ വാങ്ങി കടിക്കാൻ പോകുമ്പോഴത്തേനും അദ്ദേഹം ബലായി പിടിച്ചു. കുട്ടിയും ബലായി പിടിച്ചു. കുട്ടി കരഞ്ഞു. അദ്ദേഹം ആ കൈകളിൽ നിന്ന് ആ ആപ്പിൾ അടർത്തി പറിച്ചെടുത്ത് കൊട്ടയിലേക്ക് ഇട്ടു. കുട്ടി പൊട്ടിക്കരഞ്ഞിട്ട് ഉമ്മൻ്റെ അടുത്ത് കൂടി. ഉമ്മയും കരഞ്ഞു. നമ്മുടെ മോള് ഒരു ആപ്പിൾ നിങ്ങൾ കൊടുത്തില്ലല്ലോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞെന്തറിയോ, പൊതുഖജനാവിൻ്റെ ആപ്പിൾ, മുസ്ലിങ്ങളുടെ പൊതുജനത്തിൻ്റെ ആപ്പിൾ, അത് എൻ്റെ മോളുടെ വയറ്റിലേക്ക് പോകരുത്. നീ വിചാരിച്ചോ, അവളിത് വേണ്ടി കരഞ്ഞ് ബലം പിടിച്ച് കിടക്കുമ്പോൾ അവളിൽ നിന്ന് ഇത് പറിച്ചു വാങ്ങുമ്പോൾ എൻ്റെ കൽബാണ് പൊട്ടിപ്പോയത്. പക്ഷേ ഹറാമ് തിന്നാൻ പറ്റൂല, എൻ്റെ കുട്ടിൻ്റെ വയറ്റിലേക്ക് ഹറാം എത്തിക്കൂല. അങ്ങനെയാണ് അവർ ജീവിച്ചത്. അതുകൊണ്ടാണ് അവരൊക്കെ സമാധാനമായിട്ട് ദുനിയാവിലും ജീവിച്ചത്, സമാധാനമായിട്ട് പരലോകത്തും ജീവിക്കാൻ പോണത്. നമ്മളങ്ങനല്ല. നമ്മൾ ആപ്പിൾ എങ്ങനെയെങ്കിലും എത്തിക്കണമെന്നേ ഉള്ളൂ. ഹലാലാണോ ഹറാമാണോ ഇല്ല. ഈത്തപ്പഴം എങ്ങനെയെങ്കിലും കൊടുക്കണമെന്നേ ഉള്ളൂ. അത് ഹലാലാണോ ഹറാമാണോ അന്യൻ്റെ ആണോ എനിക്ക് മാത്രം സ്വന്തമായതാണോ ഇതൊന്നും നമുക്കില്ല. വളരെ വാരിക്കോരി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ദുനിയാവിലും നരകിച്ച ജീവിതം, നാളെ മരണാനന്തര ജീവിതത്തിലും നരകിച്ച ജീവിതം നമുക്ക് അള്ളാഹു ഒരുക്കി വെക്കും. ആരെയാണ് നമ്മൾ ഊട്ടിയത്, അവരെന്നായിരിക്കും നമ്മൾ ഏറ്റവും വലിയ ശത്രു. അതുകൂടി നമ്മൾ മനസ്സിലാക്കിക്കോ. അള്ളാഹു സുബ്ഹാനഹു തആല കാത്ത് സംരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ഖുതുബയും ജുമഅയും എല്ലാം 1:30 തന്നെ അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾക്കറിയാം, എത്ര ശ്രമിച്ചാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സമയം മാറാം. എങ്കിലും അതിൻ്റെ ഒരു കൃത്യത 1:30 തന്നെ അവസാനിപ്പിക്കാനുള്ളൊരു ശ്രമം നമ്മൾ നടത്താണ്. എല്ലാവരും അതനുസരിച്ച് തന്നെ ഒരുങ്ങി ശ്രദ്ധിച്ച് വരണം. അള്ളാഹു സുബ്ഹാനഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ഹലാല് മാത്രം തിന്നാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഹറാമ് തിന്നുന്ന നിർഭാഗ്യകരമായ അവസ്ഥയെ തൊട്ട് അള്ളാഹു നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ മക്കളെയും കാത്ത് സംരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ തലമുറകളെ മുഴുവൻ അള്ളാഹു അത്തരം പരിശുദ്ധന്മാരായി ജീവിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഖബറുകളിലേക്ക് നമുക്ക് വേണ്ടി പ്രകാശവും പരിമളവും നൽകുന്ന സന്താന പരമ്പരകളെ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ദുആകൾ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ആളുകൾ, നമുക്കിടയിൽ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, സാമ്പത്തികവും ശാരീരികവും മാനസികവും കുടുംബപരവുമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ധാരാളം സഹോദരി സഹോദരന്മാർ, അവർക്കെല്ലാം ആശ്വാസവും സമാധാനവും സംതൃപ്തിയും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും അള്ളാഹു അവർക്ക് ആശ്വാസവും സമാധാനവും സംതൃപ്തിയും നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള, നമുക്ക് വേണ്ടി ഒരുപാട് നന്മകൾ ചെയ്ത ഒരുപാട് ആളുകൾ, അവർക്കെല്ലാം അള്ളാഹു സുബ്ഹാനഹു തആല മഗ്ഫിറത്തും മർഹമത്തും ജന്നാത്തുൽ ഫിർദൗസും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാത് യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. وآخر دعوانا الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين.